ശാന്തി 28/3/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും പാപം ഒപ്പിയെടുക്കുന്ന ഫസ്റ്റ് ക്ലാസ് ബ്ലോട്ടിംഗ് പേപ്പർ ഒരു ശിവ് ബാബയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. ചോദ്യം: ആത്മാവിലുള്ള ഏറ്റവും ആഴത്തിലുള്ള അടയാളം ഏതാണ്? അത് മായ്ക്കുന്നതിനായി ഏതൊരു പ്രയത്നം ചെയ്യണം? ഉത്തരം: ആത്മാവിൽ ദേഹാഭിമാനത്തിൻ്റെ വളരെ ആഴത്തിലുള്ള അടയാളം പതിഞ്ഞിരിക്കുന്നു. അടിക്കടി ഏതെങ്കിലും ദേഹധാരിയുടെ നാമരൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ബാബയെ ഓർമ്മിക്കാതെ ദേഹധാരികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം മനസ്സിന് ദുഃഖം കൊടുക്കുന്നു. ഈ അടയാളം മായ്ക്കുന്നതിനായി ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. മധുരമധുരമായ എല്ലാ സെൻറ്റേഴ്സിലെയും കുട്ടികൾ ഗീതം കേട്ടു. ഇപ്പോൾ സ്വയം നോക്കൂ, എത്ര പുണ്യമുണ്ട്, എത്ര പാപം മാഞ്ഞു. മുഴുവൻ ലോകത്തിലെയും സാധു സന്യാസിമാരും മറ്റും ഹേ പതീത പാവന എന്ന് വിളിക്കുന്നു. ഒരേ ഒരു പതീതത്തിൽ നിന്നും പാവനമാക്കുന്നവൻ ബാബയാണ്. ബാക്കി എല്ലാവരിലും പാപമുണ്ട്. ആത്മാവിൽ തന്നെയാണ് പാപമുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. പുണ്യവും ആത്മാവിലാണുള്ളത്. ആത്മാവ് തന്നെയാണ് പാവനവും ആത്മാവ് തന്നെയാണ് പതീതവുമാകുന്നത്. ഇവിടെ എല്ലാ ആത്മാക്കളും പതീതമാണ്. പാപങ്ങളുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. അതിനാൽ പാപാത്മാ എന്ന് പറയുന്നു. ഇപ്പോൾ പാപം മാറുന്നതെങ്ങനെ? ഏതെങ്കിലും വസ്തുവിൽ മഷിയോ എണ്ണയോ വീഴുകയാണ് എങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ വയ്ക്കുന്നു. അത് മുഴുവനും ഒപ്പിയെടുക്കുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒന്നിനെ ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്ന് ബ്ലോട്ടിംഗ് പേപ്പറാണ്, പതീത പാവനാണ്. ആ ഒന്നല്ലാതെ മറ്റൊരു ബ്ലോട്ടിംഗ് പേപ്പർ ഇല്ല. അവരാണെങ്കിൽ ജന്മജന്മങ്ങളിൽ ഗംഗാസ്നാനം ചെയ്ത് കൂടുതൽ പതീതമായി. പതീതരെ പാവനമാക്കുന്ന ഒരേ ഒരു ശിവ് ബാബ ബ്ലോട്ടിംഗ് പേപ്പറാണ്. ചെറുതിലും ചെറിയ ഒരു ബിന്ദുവാണ്. സർവരുടെയും പാപം ഇല്ലാതാക്കുന്നു. ഏത് യുക്തിയിലൂടെ? കേവലം പറയുന്നു, ബ്ലോട്ടിംഗ് പേപ്പറായ എന്നെ ഓർമ്മിക്കൂ, ഞാൻ ചൈതന്യമാണല്ലോ. നിങ്ങൾക്ക് മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. ആത്മാവായ നിങ്ങളും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാഞ്ഞു പോകും. ഇപ്പോൾ ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, ഓർമ്മയിലൂടെ എത്ര പാപങ്ങൾ മാഞ്ഞു? നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട്? ബാക്കി എത്ര പാപം അവശേഷിക്കുന്നു? ഇതെങ്ങനെ അറിയാൻ കഴിയും? മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ഒരു ബ്ലോട്ടിംഗ് പേപ്പറിനെ ഓർമ്മിക്കൂ. സർവർക്കും ഈ നിർദ്ദേശം നൽകുന്നത് നല്ലതാണല്ലോ. ഇതും വണ്ടറാണ്. ആർക്ക് നിർദ്ദേശം നൽകുന്നുവോ അവർ ബാബയെ ഓർമ്മിക്കുവാൻ തുടങ്ങുന്നു. നിർദ്ദേശം നൽകുന്നവർ സ്വയം ഓർമ്മിക്കുന്നില്ല. അതിനാൽ പാപം ഇല്ലാതാകുന്നില്ല. പതീത പാവനൻ എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. അനേകം പാപം ഏറ്റിരിക്കുകയാണ്. കാമത്തിൻ്റെ പാപം, ദേഹാഭിമാനത്തിൻ്റേത് ആദ്യ നമ്പറിലെ പാപമാണ്. അത് ഏറ്റവും മോശമായതാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. എത്രത്തോളം എന്നെ മാത്രം ഓർമ്മിക്കുന്നു എങ്കിൽ നിങ്ങളിൽ ഏതൊരു മാലിന്യമാണോ ചേർന്നിരിക്കുന്നത് അത് ഭസ്മമാകും. ഓർമ്മിക്കണം, മറ്റുള്ളവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കണം. എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെയും നന്മയുണ്ടാകും. ഈ തൊഴിലിൽ തന്നെ മുഴുകൂ. മറ്റുള്ളവർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പുണ്യ ആത്മാവായി മാറും. നിങ്ങളുടെ ജോലിയാണ് പതീത പാവനൻ ഒന്നേ ഉള്ളൂ എന്നത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ജ്ഞാന നദികളായ നിങ്ങൾ അനേകമുണ്ട്. എന്നാൽ നിങ്ങൾ
എല്ലാവരോടും പറയുന്നു, ഒന്നിനെ ഓർമ്മിക്കൂ. അത് ഒരേ ഒരു പതീത പാവനാണ്. ആ ഒന്നിന് വളരെ മഹിമയുണ്ട്. ജ്ഞാനത്തിൻ്റെ സാഗരവും ആ ഒന്നാണ്. ആ ഒരു ബാബയെ ഓർമ്മിക്കണം. ദേഹി അഭിമാനിയായിരിക്കണം. ഈ ഒരേ ഒരു കാര്യമാണ് ഡിഫിക്കൽട്ടായത്, പ്രയാസമുള്ളത്. ബാബ കേവലം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, മറിച്ച് ബാബയുടെ ശ്രദ്ധയിൽ എല്ലാ സെൻറ്റേഴ്സിലെയും കുട്ടികളുണ്ട്. ബാബ എല്ലാവരെയും കാണുന്നുവല്ലോ. എവിടെയാണോ നല്ല സർവീസബിൾ കുട്ടികൾ ഇരിക്കുന്നത്, ശിവ് ബാബയുടെ പൂന്തോട്ടമാണല്ലോ. നല്ല പൂന്തോട്ടം ഏതാണോ അതിനെ തന്നെ ബാബ ഓർമ്മിക്കും. ധനികനായ വ്യക്തിക്ക് 4-5 കുട്ടികൾ ഉണ്ടായിരിക്കുന്നു എങ്കിൽ ആരാണോ മുതിർന്ന കുട്ടി അയാളെ ഓർമ്മിക്കും. പുഷ്പങ്ങളുടെയും വെറൈറ്റി ഉണ്ടല്ലോ. ബാബയും തൻ്റെ വലിയ പൂന്തോട്ടങ്ങളെ ഓർമ്മിക്കുന്നു. ആർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കുന്നത് സഹജമാണ്. ശിവ് ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് പതീത പാവനാണ്. സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. മുഴുവൻ ലോകത്തിലേക്ക് വേണ്ടിയുള്ള എത്ര ഫസ്റ്റ് ക്ലാസ് ബ്ലോട്ടിംഗ് പേപ്പറാണ്. എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. ആർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കുക സഹജമാണ്. ശിവ ബാബയെ ഓർമ്മിക്കൂ. ബാബ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളിലുള്ള ദേഹാഭിമാനത്തിൻ്റെ അടയാളം മാഞ്ഞു പോകും. പ്രയത്നം ദേഹി അഭിമാനി ആകുന്നതിൻ്റേതാണ്. ബാബയോട് ചിലർ സത്യം പറയുന്നില്ല. ചിലർ ചാർട്ട് എഴുതി അയക്കുന്നു, പിന്നെ ക്ഷീണിച്ചു പോകുന്നു. വലിയ ലക്ഷ്യമാണ്. മായ ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അപ്പോൾ പിന്നെ എഴുതുന്നതും ഉപേക്ഷിച്ചു കളയുന്നു. പകുതി കൽപ്പമായുള്ള ദേഹാഭിമാനമാണ്. അത് വിട്ടുപോകുന്നില്ല. ബാബ പറയുന്നു, കേവലം ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കൂ. ഇത്രമാത്രം. ഏറ്റവും ഉയർന്ന തൊഴിൽ ഇതാണ്. ആര് സ്വയം ഓർമ്മിക്കുന്നില്ല അവർ ഈ തൊഴിൽ ചെയ്യുകയില്ല. ബാബയുടെ ഓർമ്മ, ഇതാണ് യോഗാഗ്നി. അതിലൂടെ പാപം ഭസ്മമാകും. അതിനാൽ ചോദിക്കുകയാണ്, എവിടം വരെ പാപം ഭസ്മമായി? എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കും. ഓരോരുത്തരുടെയും മനസ്സിനെ അറിയുവാൻ സാധിക്കും. മറ്റുള്ളവരെയും അവരുടെ സർവീസിലൂടെ അറിയുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് പതീത പാവനാണ്. ഇവിടെ ഇത് പതീതവും തമോ പ്രധാനവുമായ ലോകമാണ്. എല്ലാ ആത്മാക്കളും ശരീരവും തമോ പ്രധാനമാണ്. ഇപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടെ സർവ്വ ആത്മാക്കളും പവിത്രമായിരിക്കുന്നു. എപ്പോഴാണോ പവിത്രമാകുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകും. മറ്റുള്ളവർക്കും ഇതേ വഴി കാണിച്ചു കൊടുക്കേണ്ടതാണ്. ബാബ യുക്തികൾ വളരെ സഹജമായി പറഞ്ഞു തരുന്നു. ശിവ ബാബയെ ഓർമ്മിക്കൂ. ഈ ബ്ലോട്ടിംഗ് പേപ്പർ വയ്ക്കൂ, എങ്കിൽ എല്ലാ പാപവും ഒപ്പിയെടുക്കും. നിങ്ങളുടെ വികർമ്മം വിനാശമാകും. മുഖ്യമായ വലിയ കാര്യമാണ് പാവനമാവുക എന്നത്. മനുഷ്യർ പതീതമായിരിക്കുന്നു. അതിനാലാണ് വിളിക്കുന്നത്, ഹേ പതീത പാവന വരൂ, വന്ന് എല്ലാവരെയും പാവനമാക്കി കൂടെ കൊണ്ടുപോകൂ. എഴുതപ്പെട്ടിട്ടുമുണ്ട്, എല്ലാ ആത്മാക്കളെയും പാവനമാക്കി കൊണ്ടുപോകുന്നു. പിന്നെ ഒരു പതീത ആത്മാവും ഉണ്ടായിരിക്കുന്നില്ല. ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആദ്യം സ്വർഗവാസികൾ തന്നെയാണ് വരുന്നത്. ബാബ ഏതൊരു ഔഷധമാണ് നൽകുന്നത് അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആരെ കണ്ടുമുട്ടിയാലും അവർക്ക് ഈ ഔഷധം നൽകണം. നിങ്ങൾ ഫാദറിൻ്റെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആത്മാവ് പതീതമാണ്. അതിനാൽ പോകുവാൻ സാധിക്കുന്നില്ല. പാവനമാകൂ, അപ്പോൾ പോകുവാൻ സാധിക്കും. ഹേ ആത്മാക്കളെ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഞാൻ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്നും നിങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ എപ്പോഴാണോ പഴയ ലോകമുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ദുഃഖം നേടുന്നു.
ഞാൻ ആർക്കും ദുഃഖം നൽകുന്നില്ല. ഓരോരുത്തരും സ്വയം നോക്കണം, ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? എത്ര ഓർമ്മിക്കുമോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറും. എത്ര സഹജമായ ഔഷധമാണ്! മറ്റൊരു സാധു സന്യാസിമാരും മറ്റും ഈ ഔഷധത്തെ അറിയുന്നില്ല, എവിടെയും എഴുതിയിട്ടില്ല. ഇത് തികച്ചും പുതിയ കാര്യമാണ്. പാപങ്ങളുടെ കണക്ക് ശരീരത്തിലല്ല പതിഞ്ഞിരിക്കുന്നത്. ഇത്രയും ചെറിയ ആത്മാവാകുന്ന ബിന്ദുവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. ആത്മാവ് പതീതമാകുമ്പോൾ ജീവ്, അതായത് ശരീരത്തിലും പ്രഭാവമുണ്ടാകും. ആത്മാവ് പാവനമാകുമ്പോൾ പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ദുഃഖിയും സുഖിയും ആത്മാവാണാകുന്നത്. ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ ആത്മാവിനാണ് ദുഃഖം ഫീലാകുന്നത്. ഇത് ദുഃഖി ആത്മാവാണ്, ഇത് സുഖി ആത്മാവാണ് എന്ന് പറയുന്നുമുണ്ട്. ഇത്രയും ചെറിയ ആത്മാവ് എത്ര പാത്രഭിനയിക്കുന്നു! വണ്ടറാണല്ലോ. ബാബയാകട്ടെ സുഖം നൽകുന്നവനാണ്. അതിനാലാണ് ആ ഒന്നിനെ ഓർമ്മിക്കുന്നത്. ദുഃഖം നൽകുന്നവൻ രാവണനാണ്. ഏറ്റവും ആദ്യം വരുന്നത് ദേഹാഭിമാനമാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് ആത്മാഭിമാനിയാകണം. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. ബാബയ്ക്കറിയാം സത്യമായ ഹൃദയത്തോടെ ഏത് യുക്തിയോടെയാണോ ഓർമ്മിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഓർമ്മിക്കുന്നത് പ്രയാസമാണ്. ഇവിടെ ഇരിക്കുമ്പോഴും വളരെയധികം മറന്നു പോകുന്നു. അഥവാ ദേഹി അഭിമാനിയാണെങ്കിൽ ഒരു പാപവും ചെയ്യുകയില്ല. ബാബയുടെ ആജ്ഞയാണ് ഹിയർ നോ ഈവിൾ. ആസുരീയമായവ കേൾക്കരുത്. കുരങ്ങനു വേണ്ടിയുള്ളതല്ല, ഇത് മനുഷ്യനു വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ കുരങ്ങനെ പോലെയാണ്. അതിനാൽ കുരങ്ങന്റെ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. മുഴുവൻ ദിവസവും അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ പറയുന്ന ധാരാളം പേരുണ്ട്. അതിനാൽ ബാബയ്ക്ക് അറിവ് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ സെന്റേഴ്സിലും ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട്. അവർ പരസ്പരം ദുഃഖം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചിലരുമുണ്ട്, അവർ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. വാച പോലും, വാക്കുകൊണ്ട് പോലും ആരെയെങ്കിലും ദുഃഖിപ്പിക്കുകയാണ് എങ്കിൽ ദുഃഖിതരായി മരിക്കും. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾ സർവർക്കും സുഖം നൽകണം. എല്ലാവരോടും പറയണം, ദേഹി അഭിമാനിയാകൂ, ബാബയെ ഓർമ്മിക്കൂ. പൈസയുടെ കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യമൊന്നുമില്ല. കേവലം ലൗലിയായ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികർമ്മം ഭസ്മമാകും. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ഭഗവാൻ വാച്ച മൻമനാഭവ. ഒരു ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. മറ്റൊന്നും പരസ്പരം പറയരുത്. കേവലം ബാബയെ ഓർമ്മിക്കൂ. മറ്റുള്ളവരുടെ മംഗളം ചെയ്യൂ. നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ മധുരമായിരിക്കണം. ആര് വന്ന് കണ്ടാലും ബാബയുടെ കുട്ടികൾ ബ്ലോട്ടിംഗ് പേപ്പേഴ്സാണ് എന്നവർ പറയണം. ഇപ്പോൾ ആ അവസ്ഥ ഇല്ല. ബാബയോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ എന്നല്ല, ഇപ്പോൾ പേപ്പർ പോലുമല്ല. ബാബ എല്ലാ സെൻറ്റേഴ്സിലെ കുട്ടികൾക്കും മനസ്സിലാക്കിച്ചു തരുന്നു. ബോംബെ, കൽക്കട്ട, ഡൽഹി എല്ലാ സ്ഥാനത്തും കുട്ടികളുണ്ടല്ലോ. ബാബ ഇന്നയാൾ വളരെയധികം ശല്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. പുണ്യ ആത്മാവ് ആക്കുന്നതിന് പകരം കൂടുതൽ പാപ ആത്മാവാക്കി മാറ്റുന്നു. ബാബയോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ ഉടൻ പറഞ്ഞു തരും. ശിവബാബയാണെങ്കിൽ എല്ലാം അറിയുന്നുണ്ട്. ആ ഒന്നിൻ്റെ അടുക്കൽ മുഴുവൻ കണക്കുകളുമുണ്ട്. ഈ ബാബയ്ക്കും പറഞ്ഞു തരുവാൻ സാധിക്കും. മുഖത്തിലൂടെ തന്നെ എല്ലാം അറിയാൻ കഴിയുന്നു. ഇവർ ബാബയുടെ ഓർമ്മയിൽ ലഹരി പിടിച്ചവരാണ്. ഇവരുടെ മുഖം തന്നെ പ്രസന്നമാണ്, ദേവതമാരെ പോലെ. ആത്മാവ് സന്തോഷമുള്ളതാണ് എങ്കിൽ ശരീരവും സന്തോഷമുള്ളതായി കാണുവാൻ കഴിയും. ശരീരത്തിന് ദുഃഖമുണ്ടാകുന്നതിലൂടെ ആത്മാവിന് ദുഃഖം ഫീലാകുന്നു. ഒരു കാര്യം സർവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ.
ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം വിനാശമാകും. അവർ കൃഷ്ണ ഭഗവാൻ ഉവാച എന്നെഴുതിയിരിക്കുന്നു. കൃഷ്ണനെയാണെങ്കിൽ അനേകം പേർ ഓർമ്മിക്കുന്നു, പക്ഷേ പാപം ഇല്ലാതാകുന്നില്ല, കൂടുതൽ പതീതമായിരിക്കുകയാണ്. ഓർമ്മിക്കേണ്ടത് ആരെയാണ്? പരമാത്മാവിൻ്റെ രൂപം എന്താണ്? ഇതറിയുന്നില്ല. അഥവാ സർവവ്യാപിയാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും ആത്മാവ് സ്റ്റാർ ആയിരിക്കുന്നത് പോലെ പരമാത്മാവും സ്റ്റാർ ആണ്. കാരണം ആത്മാവ് തന്നെ പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കണക്കനുസരിച്ച് ബിന്ദുവാണ്, ചെറിയൊരു ബിന്ദുവാണ് പ്രവേശിക്കുന്നത്. എല്ലാ ബിന്ദുക്കളോടും പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർഗൻസിലൂടെ സംസാരിക്കുന്നു. ഓർഗൻസ് ഇല്ലാതെ ആത്മാവിന് ശബ്ദമുണ്ടാക്കുവാൻ സാധിക്കില്ല. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം ഒന്നാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. പരമാത്മാവിനെ വലിയ ലിംഗമെന്നോ മറ്റോ പറയുക സാധ്യമല്ല. ബാബ പറയുന്നു, ഞാനും ഇങ്ങനെ ബിന്ദുവാണ്, എന്നാൽ ഞാൻ പതീത പാവനാണ്. നിങ്ങൾ എല്ലാവരുടെയും ആത്മാക്കൾ പതീതമാണ്. എത്ര നേരിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ദേഹി അഭിമാനിയായി പിതാവായ എന്നെ ഓർമ്മിക്കൂ, മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. ഞാൻ പറയുന്നതും 2 വാക്കുകളാണ്, മന്മനാഭവ. പിന്നെ അല്പം ഡീറ്റെയിലായി പറഞ്ഞു തരുന്നു. ഇത് ശാഖ ഉപശാഖകളാണ്. ആദ്യം സതോ പ്രധാനം, സതോ രജോ തമോയിലേക്ക് വരുന്നു. പാപാത്മാവാകുന്നതിലൂടെ എത്ര അടയാളം വീഴുന്നു. ആ അടയാളം എങ്ങനെ മായ്ക്കും? ഗംഗാ സ്നാനത്തിലൂടെ പാപം മായും എന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ അതാണെങ്കിൽ ശരീരത്തിൻ്റെ സ്നാനമാണ്. ആത്മാവിന് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാവനമാകുവാൻ സാധിക്കുന്നത്. ഇതിനെ ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നു. എത്ര സഹജമായ കാര്യമാണ്. അത് ഓരോ ദിവസവും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഗീതയിലും ഊന്നൽ നൽകുന്നത് ഈ കാര്യത്തിന്മേലാണ്. മന്മനാഭവ. സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യും, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഇല്ലാതാകും. ബാബ അവിനാശി ബ്ലോട്ടിംഗ് പേപ്പറാണല്ലോ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി മാറും. പിന്നെ രാവണൻ പതീതമാക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കേണ്ടതാണല്ലോ. ഓർമ്മിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താകും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കൂ. കേവലം ഒരു കാര്യമേ ഉള്ളൂ, ദേഹി അഭിമാനിയാകൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത്രമാത്രം. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു എന്നത് അറിയുന്നു. ആത്മാവ് തന്നെയാണ് ദുഃഖവും സുഖവും അനുഭവിക്കുന്നത്. ഒരിക്കലും പരസ്പരം മനസ്സിനെ ദുഃഖിപ്പിക്കരുത്. പരസ്പരം സുഖം നേടിക്കൊടുക്കണം. നിങ്ങളുടെ ജോലി ഇതാണ്. പരസ്പരം ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്ന വളരെ പേരുണ്ട്. അന്യോന്യം ദേഹത്തിൽ കുടുങ്ങിയിരിക്കുന്നു. മുഴുവൻ ദിവസവും പരസ്പരം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. മായയും തീവ്രമാണ്. ബാബ പേര് പറയുന്നില്ല. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ ദേഹി അഭിമാനി ഭവ. ജ്ഞാനം വളരെ സഹജമാണ്. ഓർമ്മ തന്നെയാണ് പ്രയാസം. ആ നോളജ് ആണെങ്കിൽ 15-20 വർഷം പഠിക്കുന്നു. എത്ര സബ്ജക്ട്സ് ഉണ്ട്. ഈ നോളജ് ആണെങ്കിൽ വളരെ സഹജമാണ്. ഡ്രാമയെ അറിയുന്നത് ഒരു കഥയാണ്. മുരളി വായിക്കുന്നത് വലിയ കാര്യമല്ല. ഓർമ്മയുടെ തന്നെയാണ് വളരെ പ്രയാസമായത്. ബാബ പിന്നെ പറയുന്നു, ഡ്രാമ എങ്കിലും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. നല്ല നല്ല കുട്ടികൾ ഇതിൽ ഫെയിലായി പോകുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം:
ഒരിക്കലും ആരുടെയും മനസ്സിനെ ദുഃഖിപ്പിക്കരുത്. എല്ലാവർക്കും സുഖം നേടിക്കൊടുക്കണം. ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. സർവർക്കും ഓർമ്മ വരുത്തണം. പാപങ്ങളുടെ അടയാളം മായ്ക്കുന്നതിനായി ദേഹി അഭിമാനിയായി അവിനാശി ബ്ലോട്ടിംഗ് പേപ്പറായ ബാബയെ ഓർമ്മിക്കണം. സർവരുടെയും മംഗളം ഉണ്ടാകുന്ന വിധത്തിലുള്ള മധുരമായ അവസ്ഥയുണ്ടാക്കണം. വരദാനം: തൻ്റെ ശ്രേഷ്ഠതയിലൂടെ നവീനതയുടെ കൊടി പാറിക്കുന്ന ശക്തി സ്വരൂപമായി ഭവിക്കട്ടെ. ഇപ്പോൾ സമയമനുസരിച്ച്, സമീപതയനുസരിച്ച് ശക്തി രൂപത്തിൻ്റെ പ്രഭാവം എപ്പോഴാണോ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് അന്തിമ പ്രത്യക്ഷതയെ സമീപം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഏതുപോലെ സ്നേഹത്തെയും സഹയോഗത്തെയും പ്രത്യക്ഷമാക്കിയോ, അതേപോലെ സർവീസിൻ്റെ കണ്ണാടിയിൽ ശക്തി രൂപത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കൂ. എപ്പോഴാണോ തൻ്റെ ശ്രേഷ്ഠതയിലൂടെ ശക്തി രൂപത്തിൻ്റെ നവീനതയുടെ കൊടി പാറിക്കുന്നത്, അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. തൻ്റെ ശക്തി സ്വരൂപത്തിലൂടെ സർവശക്തിവാനായ ബാബയുടെ സാക്ഷാത്കാരം നൽകൂ. സ്ലോഗൻ: മനസ്സിലൂടെ ശക്തികളുടെയും കർമ്മത്തിലൂടെ ഗുണങ്ങളുടെയും ദാനം നൽകുന്നത് തന്നെയാണ് മഹാദാനം. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. ബാബയ്ക്ക് കുട്ടികളിൽ പൂർണ്ണ നിശ്ചയമുണ്ട്. എൻ്റെ ഈ കുട്ടികൾ വിഘ്നവിനാശകരായ ആത്മാക്കളാണ്, പൂജ്യ ആത്മാക്കളാണ്. ഈ കുട്ടികൾ ബാബയെക്കാളും മുന്നിലാണ്. നിമിത്തമായി ഇരുന്നു കൊണ്ട് സദാ ബാബയെയും നിശ്ചിന്തം ആക്കുന്നവരാണ്. സദാ സന്തോഷവാർത്ത കേൾപ്പിക്കുന്ന ഓരോരുത്തരും വിശിഷ്ടമാണ്. സ്വയവും ഇങ്ങനെയുള്ള ഫെയ്ത്ത് നിശ്ചയം വെച്ച് ഈ സ്മൃതി സ്വരൂപത്തിലിരിക്കൂ. അപ്പോൾ വിജയിയായി മാറും. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ
മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.